ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 09/5/2024 നടന്നിട്ടുള്ള അപ്പം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ഫീൽഡ് വർക്കറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണ്. അപ്പോൾ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയിയുടേതാണ്. ഇത് SCRT-യിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? സുരേന്ദ്രനാഥ ബാനർജി. ഇതും SCRT ആണ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആത്മറാം ഭണ്ടൂരാഗ്. ഇത് SCRT ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയിട്ടാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മറാം ഭണ്ടൂരാഗ്. അടുത്ത ക്വസ്റ്റ്യൻ, നാവിക കലാപം നടന്നത് എവിടെയാണ്? അപ്പം ഇനി ഓരോന്ന് എടുത്തിട്ട് പറയണില്ല. ഇതെല്ലാം SCRT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അധികവും ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത്രയും 4 ക്വസ്റ്റ്യൻ നോക്കി, 4ഉം SCRT ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ LGSന് പഠിക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ടും ഇതുപോലെ SCRT വായിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് നോക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, നാവിക കലാപം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഡോക്ടർ BR അംബേദ്കറും അതുപോലെ തന്നെ തേജ് ബഹദൂർ സപ്രുവുമാണ് അല്ലേ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തവരാണ് BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും. ഇനി അടുത്തത്, ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണ് കേട്ടോ. അപ്പം അതിൽ ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് എന്നാണ്? അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണെന്നാണ്? അത് ഭാഗം 4A ആണ്. അപ്പം ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതെല്ലാം പ്രീവിയസ് ആണ്. പ്രീവിയസ് മാക്സിമം നിങ്ങൾ നോക്കുക. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K. കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. 1931 നടന്നിട്ടുള്ളത്. ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മാറുമറിക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. അപ്പം ഇതിൽ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? അത് വാഗ്ഭടാനന്ദനാണ് അല്ലേ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്നാണ്? അത് ഗൗരി പാർവതി ബായിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണെന്നാണ്? അത് ഷു ഫെയ്ഹോങ് ആണ് കേട്ടോ. ഫെയ്ഹോങ് ആണ് ഇന്ത്യയിലെ പുതിയ
ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതിയാണ് ഷു ഫെയ് ഹോങ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ്? KV മനോജ് കുമാറാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്രത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതിന് നാട്ടുരാജാക്കന്മാരുടെ പേര് താഴെ പറയുന്നു. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. പഞ്ചാബാണ് കേട്ടോ, പഞ്ചാബാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഒരു നാട്ടുരാജാവ്, നെഹ്റു മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായിട്ടുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. അപ്പം അതിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായിട്ടുള്ള നിരാഹാര സമരത്തിൽ തുടർന്നിട്ട് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. നമുക്കറിയാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ്. ഇത് ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ ബിലായി USA അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പം ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ബൊക്കാറോ, സോവിയറ്റ് യൂണിയൻ, റഷ്യ അല്ലേ, റഷ്യയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ അല്ലേ. ബൊക്കാറോയിൽ ഒരു റായ് ഉണ്ടല്ലോ, അപ്പം റോ എന്നുള്ളതാണ്. അപ്പം റഷ്യ. ഇനി റൂർക്കേല, ജർമ്മനി. റൂർക്കേലയാണെങ്കിൽ ജർമ്മനി. അപ്പം എന്ന് വരുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് ജർമ്മനി എന്നോർത്ത് വെക്കുക കേട്ടോ. ഇനി ദുർഗാപൂരാണെങ്കിൽ അത് ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ്. ദുർഗാപൂരാണെങ്കിൽ ബ്രിട്ടൻ്റെ സഹായത്തോടെ. ഇനി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാറ്? 1965 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? അപ്പോൾ റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള UPയുടെ എക്സാമിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കോഴിക്കോടാണ്. അപ്പം അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓം പ്രകാശ് ബിർളയാണ്. ഓം പ്രകാശ് ബിർളയാണ് പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. കേരളത്തിലൂടെ ദേശീയ ജലപാത കടന്നു പോകുന്ന കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് അല്ലേ. അപ്പം ഇത് പുതിയതായിട്ട് നീട്ടിയിട്ടുണ്ട്, അത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട് അല്ലേ. കോട്ടപ്പുറം എന്നുള്ളത് കോഴിക്കോടാക്കിയിട്ടുണ്ട്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭൂവിഭാഗമായിട്ടുള്ള മലനാടിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സുഗന്ധവിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഇവിടെയാണുള്ളത്. അതുപോലെ തന്നെ ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ 27, കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. അപ്പം 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകാം. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. തീരപ്രദേശമില്ലാത്ത ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. 650 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അത് കറക്റ്റ് അല്ല അല്ലേ. 2ാമത്തെ നീളമുള്ള നദിയാണ് ഭാരതപ്പുഴ. 1ാമത്തേത് ഏതാണ്? പെരിയാറാണ് അല്ലേ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ശാസ്താംകോട്ടയാണ് അല്ലേ. ശുദ്ധജലമാണല്ലോ. അപ്പോൾ ഷായല്ലേ ഫസ്റ്റ് വരുന്നത് ശുദ്ധജലത്തിൻ്റെ. ഇപ്പോൾ ശാസ്താംകോട്ടയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് 30, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. 3 തെറ്റായ പ്രസ്താവന. പമ്പാ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്കൊന്ന് വായിക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിച്ചിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് അല്ലേ. ഇടുക്കി ഇപ്പോൾ വലിയ ജില്ലയാവാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഏതാണ്? ഇടമലക്കുടി അല്ലേ. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ 2, 3, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ്. 1ഉം 2ഉം 3ഉം കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകളാണ്. നമുക്ക് നോക്കാം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാന്. കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മയിലാണ്. അപ്പം ഈ 3 എണ്ണമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അത് ആരവല്ലിയാണ്. അടുത്തത്, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1ഉം 2ഉമാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്, അതുപോലെ തന്നെ ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 37, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. അടുത്തത് 38, നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 2ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക് ആണ്. 39, ആനമുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആനമുടി തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് എന്നുള്ളത് കറക്റ്റാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി, അതും കറക്റ്റാണ്. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. അപ്പം തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഇനി അടുത്തത് 40, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണെന്നാണ്. അത് കോഴിക്കോടാണ്. അടുത്തത് 41, ഫെയ്ത്ത് ബിഹൈൻഡ്സ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? PR ശ്രീജേഷിൻ്റെതാണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്? ചെനാബ് നദിക്ക് കുറുകെയാണ്. മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണെന്നാണ്. അത് നദിയാണ് കേട്ടോ. നദിയിലൂടെയാണ് മിയാൻഡർ നദിയിലുണ്ടാകുന്ന ഭൂരൂപമാണ്. 45, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? അത് 1ഉം 3ഉമാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുക് ഉരുകുന്നു. ഭക്ഷണം ദഹിക്കുന്നത് രാസമാറ്റമാണ് അല്ലേ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കൽ, അത് ഉൾപ്പെടാത്തതാണ് കേട്ടോ. അപ്പോൾ വായ്പ നിയന്ത്രണം, അതുപോലെ തന്നെ കറൻസി നോട്ട് അച്ചടിക്കൽ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? അയർലൻഡിനും UK-ക്കുമാണ് കേട്ടോ. ഇനി രാജാറാം മോഹൻ റോയിയെ കുറിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആര്യ സമാജ സ്ഥാപകനാണ്. അതിൽ ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ്, സതിയെ എതിർത്തു, ആധുനിക വിദ്യാഭ്യാസം നേടി. ഇനി അടുത്തത് SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണെന്നാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ്. അടുത്തത് വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തചംക്രമണവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? BR അംബേദ്കർ ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം
2, 3 ജ്യോതിക സങ്കര ഇനം പയർവർഗ്ഗത്തിന് ഉദാഹരണമാണ്. കിരൺ സങ്കര ഇനം വെണ്ടയാണ്. അപ്പോൾ അത് 2 കറക്റ്റ് ആയിട്ടുള്ളത്. മുക്തി സങ്കര ഇനം വഴുതനയാണെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മുക്തി എന്താണ്? അത് തക്കാളിയാണ് അല്ലേ? മുക്തി തക്കാളിയാണ്. ഉജ്ജ്വല എന്ന് പറയുമ്പം അതൊരു ഏതാണ്? പച്ചമുളകാണ് അല്ലേ? പച്ചമുളകാണ് ഉജ്ജ്വല. അപ്പം നെൽവിത്തിന് ഉദാഹരണമാണെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് 2 തെറ്റാണ്. 57 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? അത് കണ്ണൂർ ജില്ലയാണ് അല്ലേ? 60 താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ഇത് 1ഉം 2ഉമാണ് കേട്ടോ. ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവിനെയും ദ്രാവകത്തിൻ്റെ വികസിക്കുവാനുള്ള കഴിവിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല്. ഇനി 62 താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? ഊഞ്ഞാലിൻ്റെ ചലനമാണ്. 63 ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. 64 ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്? ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. അതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായിട്ടുള്ള വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. 65ാമത്തെ ക്വസ്റ്റ്യൻ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനുമാണ്. 66 ഇന്ത്യയുടെ സൗരദൗത്യമായിട്ടുള്ള ആദ്യത്തെ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. ഇതിൽ ആദ്യത്തെ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 ആണ് അല്ലേ? ഇനി അടുത്തത് 67 ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനിയാണ്. 68 അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? മലമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് എംഫിസീമയും അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസും. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. ഏതു വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? വിറ്റാമിൻ എയുടെയാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. 79 കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? 1ഉം 3ഉമാണ് കേട്ടോ. കാറ്റലിൻ കാരിക്കോയും ട്രൂ വെയ്സ്മാനുമാണ്. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? നെതർലാൻഡ് ആണ്. അടുത്തത് നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് വിടുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു ഓൾ.